മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 60ാമത്തെ ദശകത്തിൽ 7, 8, 9 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7ാമത്തെ ശ്ലോകം. അയി ജീവചിരം കിശോര നസ്തവദാസീരവശീകരോഷിയും പ്രതിശംബരമംബുജേക്ഷണേത്യുദിതസ്ത്വം സ്മിതമേവ ദത്തവൻ. ഭഗവാൻ വസ്ത്രങ്ങളൊക്കെ കൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് അവരവരുടെ വസ്ത്രങ്ങൾ എടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് ചുർച്ചും കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഗോപസ്ത്രീകൾ ലജ്ജിതരായി വസ്ത്രമില്ലാതെ കണ്ടാണ് അവർ വെള്ളത്തിൽ നിൽക്കണത്. അപ്പോൾ പോയി ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ആ വസ്ത്രങ്ങൾ എടുത്തു കൊണ്ടുവന്നോളൂ എന്നുള്ളതായിട്ടുള്ള ആ വാക്ക് കേട്ടപ്പോൾ അവർക്ക് ലജ്ജിതരായിട്ട് അവർ തല കുമ്പിട്ട് നിന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൊടുക്കണില്ല എന്ന് കണ്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, ഐ ജീവ ചിരം കിശോര, ഏ കുട്ടി ഉണ്ണി. കിശോര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായിട്ടില്ല. കിശോര ആ ഇതാണ്, കിശോരൻ എന്നുള്ളത് ആ പ്രായത്തിലുള്ള ഇതാണ്. കിശോര അല്ലയോ ഉണ്ണി, ചിരം ജീവ, നീ വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. ഒരു അനുഗ്രഹവാക്കും കൂടിയായി. നഹ തവദാസീഹി അവശീകരോഷി കിം. തവദാസീഹി നഹ, തവദാസീഹി അങ്ങയുടെ ദാസിമാരായിട്ടുള്ള നഹ ഞങ്ങളെ, അസ്മാൻ നഹ എന്ന മാമ്മ അവാം നൗ അസ്മാൻ നഹ ദ്വിതീയ ബഹുവചനാണ്. നഹ കിം അവശീകരോഷി, ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ അവശരാക്കണത്, വിഷമിപ്പിക്കണത്, അവശന്മാരാക്കുക, ഉള്ളവരാക്കുക. അതായത് നഗ്നരായിട്ടുള്ളത് ഞങ്ങളോട് അവിടെ വന്നിട്ട് വസ്ത്രങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിഷമിപ്പിക്കണ എന്തിനാ. നഹ തവദാസീഹി, തവദാസീഹി നഹ, ഞങ്ങളുടെ ദാസിമാരായിട്ടുള്ള ദാസീഹി എന്നും ദ്വിതീയ ബഹുവചനാണ്. ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ അവശരാക്കി തീർക്കുന്നത്. കിം അവശീകരോഷി, എന്തിനാണ് ഇങ്ങനെ അവശരാക്കി തീർക്കുന്നത്. പ്രദിശ അംബരം, പ്രദിശ അംബരം അംബുജേക്ഷണേത്യുദിതസ്ത്വം. അവിടെ പദം മുറിക്കുമ്പോൾ കുറേ ഉണ്ട്. പ്രദിശ അംബരം അംബുജേക്ഷണ ഇതി ഉദിത ത്വം എന്നാണ്. പ്രദിശ അംബരം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ. വസ്ത്രങ്ങൾ അംബരം എന്ന ഏകവചനാണെങ്കിലും അവിടെ ഒന്നിച്ച് ആ വസ്ത്രങ്ങളുടെ കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് അംബരം എന്ന ഏകവചനായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്. പ്രദിശ അംബരം, പ്രദിശ തന്നാലും, മടക്കി തന്നാലും, ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ തന്നാലും. പ്രദിശ അംബരം അംബുജേക്ഷണ ഒക്കെ നല്ല ഇതായിട്ടുള്ള സംബോധനയാണ്. അംബുജേക്ഷണ എന്നുള്ള സംബോധന. അല്ലയോ അംബുജം പോലെയുള്ളതായിട്ടുള്ള കണ്ണുകളുള്ള അല്ലയോ കൃഷ്ണ, അംബുജേക്ഷണ നഹ അംബരം പ്രദിശ, ഞങ്ങളുടെ ഈ വസ്ത്രങ്ങൾ തിരിച്ചു തന്നാലും. ഇതി ഇപ്രകാരം, ഉദിത ത്വം, ഉദിത പറയപ്പെട്ടതായ, അത് എന്നുള്ളതിൻ്റെ ഇതാണ് ഉദിത. ഇപ്രകാരം പറയപ്പെട്ടതായ അങ്ങയോട് അവർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത്, ഞങ്ങളെ അവശരാക്കി തീർക്കണത്, ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ തിരിച്ചു തരൂ എന്നിങ്ങനെ ഗോപികമാരാൽ പറയപ്പെട്ടതായ അങ്ങ് ഉദിത ത്വം സ്മിതമേവ ദത്തവാൻ, സ്മിതം ഏവ ദത്തവാൻ, ദത്തവാൻ നൽകി. എന്ത് സ്മിതമേവ, വെറുതെ പുഞ്ചിരി മാത്രമേ കൊടുത്തുള്ളൂ, വസ്ത്രങ്ങളൊന്നും കൊടുത്തില്ല എന്നാണ്. സ്മിതം ഏവ ദത്തവാൻ, വെറുതെ പുഞ്ചിരി മാത്രം അവർക്ക് നൽകി, പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അങ്ങനെ അവർ ഈ ജീവചിരം കിശോര, അല്ലയോ കുട്ടി കിശോര, ചിരഞ്ജീവ, നീ വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. ഞങ്ങളുടെ തവദാസീഹി നഹ, തവ അങ്ങയുടെ ദാസിമാരായ ഞങ്ങളെ കിം അവശീകരോഷി, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അവശരാക്കുന്നത്. അവശീകരോഷി, അങ്ങ് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ അവശരാക്കുന്നത്. പ്രദിശ അംബരം, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വസ്ത്രങ്ങൾ തിരിച്ചു തരൂ. പ്രദിശ നൽകിയാലും, അംബരം വസ്ത്രത്തെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങളെ തിരിച്ചു നൽകിയാലും. ഇതി എന്നിങ്ങനെ അംബുജേക്ഷണ, അല്ലയോ അംബുജേക്ഷണ, അംബുജം പോലെയുള്ളതായ കണ്ണുകളുള്ള, താമരത്തെളു പോലെ ഉള്ളതായ കണ്ണുകളുള്ള ഭഗവാനെ കൃഷ്ണ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങൾ തിരിച്ചു നൽകിയാലും.
ഇതി എന്നിങ്ങനെ ഉദിതഹാത്വം പറയപ്പെട്ടതായ അങ്ങ് ആ ഗോപസ്ത്രീകൾ അങ്ങയോട് പറഞ്ഞു. അങ്ങനെ പറയപ്പെട്ടതായ അങ്ങ് പ്രതിശസ്ത്വം ഉദിതസ്ത്വം സ്മിതമേവ ദത്തവാൻ അവർക്ക് കൊടുത്തത് വസ്ത്രങ്ങളല്ല, വസ്ത്രങ്ങളൊന്നും കൊടുത്തില്ല. സ്മിതം ഏവ ദത്തവാൻ ഒരു പുഞ്ചിരി മാത്രം അവർക്ക് പകരം കൊടുത്തു എന്നാണ്. അവർക്ക് വസ്ത്രങ്ങളൊന്നും കൊടുത്തില്ല, ഒരു പുഞ്ചിരിക്ക് മാത്രമേ ചെയ്തുള്ളൂ എന്നാണ്. അടുത്ത ശ്ലോകം. അധിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധാ സ്വഗതിർനിരീക്ഷ്യതാ വസനന്യഖിലന്യനുഗ്രഹം പുനരേവം ഗിരമപ്യതാ മുദാ. അപ്പം അവർക്ക് തീർച്ചയായി എന്താ കാര്യം നടക്കില്ല, വെറുതെ ചോദിച്ചതുകൊണ്ടൊന്നും കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് വസ്ത്രങ്ങൾ കിട്ടാൻ പോണില്ല എന്നുള്ളത് തീർച്ചയായി. അപ്പോൾ അവരെന്ത് ചെയ്തു? അധിരുഹ്യ തടം, ആ തീരത്തേക്ക് പോയി, വെള്ളത്തിൽ നിന്ന് യമുനാ തീരത്തേക്ക്, ആ തടത്തിലേക്ക്, യമുനയുടെ തടത്തിലേക്ക്, ആ മണൽത്തിട്ടയിലേക്ക് അവർ കയറി. അധിരുഹ്യ കയറിയിട്ട്, തടത്തിലേക്ക്, അതായത് മണൽത്തിട്ടയിലേക്ക് കയറി നിന്നിട്ട്, വെള്ളത്തിൽ നിന്ന് കയറി നിന്ന്, അധിരുഹ്യ കയറിയിട്ട്, തടം കൃതാഞ്ജലീഹി എല്ലാവരും കൈകൂപ്പി നിന്നു ഭഗവാന്റെ മുമ്പിൽ. കൃതാഞ്ജലീഹി കൃതമായ അഞ്ജലിയോടുകൂടിയവരായി കൈകൂപ്പിക്കൊണ്ട് നിന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ മുൻപിൽ കൈകൂപ്പി നിന്നപ്പോൾ അവരൊക്കെ പരിശുദ്ധകളായി എന്നാണ്. പരിശുദ്ധാഹ സുഗതീർ നിരീക്ഷ്യതാഹ കൃതാഞ്ജലി, അങ്ങനെ കൃതാഞ്ജലികളായിട്ടുള്ള അവരെ നിരീക്ഷ്യ കണ്ടിട്ട്. അപ്പോൾ കൃതാഞ്ജലികളായതുകൊണ്ട് എന്ത് സംഭവിച്ചു? പരിശുദ്ധാഹ അവരൊക്കെ പരിശുദ്ധരായി തീർന്നു ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നതുകൊണ്ട്. അതായത് അവർ വിവസ്ത്രകളായിട്ടാണ്, വസ്ത്രമൊന്നും ധരിക്കാതെ കണ്ടാണ് ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നത്. ഭഗവാൻ പറഞ്ഞതിൻ്റെ അനുസരിച്ച് തന്നെയാണ്. ആ ഭേദം, സ്ത്രീവും ഭേദവും അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ഞാൻ, നീയ്, ഇത് ഞാൻ എന്നുള്ളതായിട്ടുള്ള ആ സ്ത്രീയാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധവും ഒക്കെ നശിച്ചിട്ടാണ് അവർ ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് നിന്നത്. അങ്ങനെ നിന്നപ്പോൾ അവരെ പരിശുദ്ധകളായി. എല്ലാവരുടെ ആ അഹം എന്നുള്ളതായിട്ടുള്ള ബോധം, അഹം മമ എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടല്ലോ, അതങ്ങോട്ട് നശിച്ചു. അങ്ങനെ ആ പരിശുദ്ധകളായിട്ടുള്ള അവരെ പരിശുദ്ധ സ്വഗതീഹി എന്ന് മാത്രമല്ല, അവർക്ക് വേറൊരു ഗതിയില്ല എന്നുള്ളത് ഭഗവാൻ അറിയാം. അതായത് ഭഗവാൻ മാത്രമാണ് അവരുടെ ഗതി എന്നുള്ളത് നല്ലപോലെ. സ്വം എന്ന് വെച്ചാൽ താൻ തന്നെയാണ്, അതായത് ഭഗവാൻ തന്നെയാണ് അവരുടെ ഗതി, രക്ഷാസ്ഥാനം എന്ന് മനസ്സിലാക്കിയതായ ഉണ്ണികൃഷ്ണൻ സ്വഗതീഹി താഹ നിരീക്ഷ്യ അങ്ങനെയുള്ളതായിട്ടുള്ള അവരെ കണ്ടിട്ട്, അതായത് അഭിമാനങ്ങളൊക്കെ, ദേഹാഭിമാനമൊക്കെ നശിച്ച് ഭഗവാൻ തന്നെയാണ് ഗതി എന്നുള്ളതായിട്ടുള്ള ബോധത്തോടുകൂടി വെള്ളത്തിൽ നിന്ന് കരയിൽ കയറി കൈകൂപ്പി നിന്നതായ അവരെ കണ്ടപ്പോൾ നിരീക്ഷ്യതാഹ വസനാന്യഖിലാനി, ആ വസ്ത്രങ്ങൾ മുഴുവൻ തിരിച്ചു കൊടുത്തു എന്നാണ്. അഖിലാനി വസനാനി, വസ്ത്രങ്ങൾ മുഴുവനും, വസനം വസ്ത്രം, അഖിലാനി വസനാനി വസ്ത്രങ്ങൾ മുഴുവനും കൊടുത്തു എന്ന് മാത്രമല്ല, പുനരേവം ഗിരമപ്യദാഹ മുദാഹ, അദാഹ അങ്ങ് നൽകി, മുദാ സന്തോഷത്തോടുകൂടി. ആ ഗോപസ്ത്രീകളുടെ ഭക്തി കണ്ട് സന്തുഷ്ടനായ അങ്ങ് മുദാ സന്തോഷത്തോടുകൂടി അദാഹ നൽകി. എന്താ നൽകിയത്? അഖിലാനി വസനാനി, ആ വസ്ത്രങ്ങൾ മുഴുവൻ തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, പുനരേവം ഗിരമപി, പുനഃ വീണ്ടും, ഏവം ഗിരം അപി ഇപ്രകാരമുള്ളതായ വാക്കിനെയും, ഗിരം ഗിഹി ഗിരവും ഗിരഹ, ഗിരം ഗിരവും ഗിരഹ എന്ന ഗിരം വാക്കിനെ, ഇപ്രകാരമുള്ളതായ വാക്കിനെയും നൽകി. അതായത് ഇപ്രകാരം പറയുകയും ചെയ്തു. അവരോട് ആ വസ്ത്രങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കൃഷ്ണൻ എന്നാണ്. പുനരേവം ഗിരമപി അദാഹ വിസർഗമാണ് പദം മുറിക്കുമ്പോൾ വരിക. അദാഹ മുദാ സന്തോഷത്തോടും, മുദാ എന്നുള്ളോർത്ത് വിസർഗമില്ല, അദാഹ എന്നുള്ളോർത്ത് വിസർഗം വരും പദം മുറിക്കുമ്പോൾ. പുനരേവം ഗിരമപ്യദാ മുദാ വീണ്ടും ഇപ്രകാരമുള്ളതായ വാക്കിനെയും നൽകി അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു. അധിതിരുഹ്യ തടം കൃതാഞ്ജലി, തടത്തിലേക്ക്, യമുനാ തീരത്തേക്ക്, ആ മണൽത്തിട്ടയിലേക്ക് കയറിയിട്ട് കൃതാഞ്ജലി കൈകൂപ്പി നിന്നതായ അവരെ കണ്ടിട്ട് എങ്ങനെയായി? അപ്പോൾ കൈകൂപ്പി നിന്നപ്പോൾ പരിശുദ്ധാഹ സുഗതീഹി നിരീക്ഷ്യ,
പരിശുദ്ധകളായി അവർ എന്ന് മനസ്സിലായി. എന്ന് മാത്രമല്ല സ്വഗതീഹി, താൻ തന്നെ ഗതിയായിട്ടുള്ള ഭഗവാനിൽ അല്ലാതെ കണ്ട് വേറൊരു ഗതിയില്ല എന്നുള്ളതായിട്ടുള്ള ആ ബോധം അവരിൽ ഉറച്ചു. അങ്ങനെ ഉറച്ച ബോധത്തോടു കൂടിയതായ അവരെ താഹ നിരീക്ഷ്യ, അവരെ കണ്ടിട്ട് വസനാനി അഖിലാനി, എല്ലാ വസ്ത്രങ്ങളെയും മാത്രമല്ല വസനാന്യ അഖിലാന്യ അനുഗ്രഹം, അനുഗ്രഹമായിട്ടുള്ള ഈ വാക്കിനെയും നൽകി എന്നാണ്. പുനരനുഗ്രഹം വസനാന്യ അഖിലാന്യ അനുഗ്രഹം പുനരേവം ഗിരമപ്യതാമുദ, അനുഗ്രഹമായിട്ടുള്ള ഈ വാക്കുകളെയും പിന്നീട് നൽകി. അദാഹംച നൽകി, ആ വാക്കുകളെ നൽകി എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞു എന്നർത്ഥം. എന്താണ് അടുത്ത ശ്ലോകം? വിദിതം നനുവോ മനീഷിതം വദിതാരസ്തിഹയോഗ്യമുത്തരം യമുനാപുളിനേ സചന്ദ്രികാക്ഷണദ ഇത്യബലാസ്തു മൂജിവൻ. വിദിതം എന്താ ഭഗവാൻ പറഞ്ഞതാണ് ഇവിടെ പറയണത് ഇനി ഈ ശ്ലോകത്തിൽ. വിദിതം നനു ഓം അനീഷിതം, വഹാ മനീഷിതം വിദിതം നനു. നിങ്ങളുടെ ആഗ്രഹം മനീഷിതം, മനസ്സിലിരിപ്പ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇവിടെ വന്ന് കാർത്യായനി പൂജയൊക്കെ ചെയ്തത് എന്നുള്ളത് വിദിതം, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വിദിതം നനു, അത് മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ആഗ്രഹമൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ടുള്ള ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വിദിതം അറിയപ്പെട്ടു, എന്നാൽ അറിയപ്പെട്ടു, എനിക്കറിയാം. വിദിതം നനു ഓം അനീഷിതം. ഇനി വധിതാരസ്തുഹ യോഗ്യം ഉത്തരം ഇഹ, ഈ വിഷയത്തിൽ യോഗ്യം ഉത്തരം വധിതാരഹ, യോഗ്യമായിട്ടുള്ള ഉത്തരം, നിങ്ങൾക്ക് നൽകേണ്ടതായിട്ടുള്ള നിങ്ങളുടെ അഭിലാഷത്തിന് ഉള്ളതായിട്ടുള്ള ആ മറുപടി എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കത് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത്. അതിനുള്ളതായിട്ടുള്ള ഉത്തരം ആരാണ് നൽകുക? മറുപടി വേണമല്ലോ. ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിനൊരു മറുപടി വേണം. അത് നൽകുന്നത് ആരാണ്? വധിതാരഹ തു, വധിക്കുന്നവർ. ഇവിടെ അല്ലെങ്കിൽ ഇവർ വധിക്കും എന്നുള്ള അർത്ഥത്തിൽ ലൂട്ടായിട്ട് പ്രയോഗിക്കാം. ഇഹ വധിതാരഹ, ഇവർ ഇവിടെ പറയുന്നതാണ് എന്ത്? യോഗ്യമുത്തരം, യോഗ്യമായ ഉത്തരത്തെ, അതിന് വേണ്ടതായിട്ടുള്ള മാറ്റത്തെ അവര് തരും. യോഗ്യമുത്തരം വധിതാരസ്തുഹ യോഗ്യമുത്തരം. ആരാണ് ഉത്തരം തരിക? യമുനാപുളിനെ, യമുനയുടെ മണത്തട്ടിൽ, യമുനയുടെ തീരത്തുള്ളതായിട്ടുള്ള ആ മണൽത്തട്ടിൽ സചന്ദ്രികാഹ, നിലാവോടുകൂടിയ ചന്ദ്രിക, നിലാവ്. സചന്ദ്രികാഹ ക്ഷപണാഹ, സചന്ദ്രികയായിട്ടുള്ള രാത്രികളാണ് അതിനുള്ള മറുപടി തരേണ്ടത് എന്നാ തരാൻ പോണത്. ക്ഷണദാഹ സചന്ദ്രികാഹ, സചന്ദ്രികയായിട്ടുള്ള ചന്ദ്രികയോടുകൂടിയ നിലാവുള്ളതായിട്ടുള്ള ക്ഷണദാഹ രാത്രികളാണ് അതിന് വേണ്ടതായിട്ടുള്ള ഉത്തരം നൽകുക. അവരതിന് ഉത്തരം നൽകിക്കൊള്ളും എന്ന്, അതായത് ഉത്തരം പറയുകയല്ല ചെയ്യണത്, അതിനുള്ളതായിട്ടുള്ള ഉത്തരം പ്രവൃത്തിയിൽ കൂടെ ഈ യമുനാ തീരത്തുള്ളതായിട്ടുള്ള ക്ഷണതകൾ, സചന്ദ്രികയായിട്ടുള്ള ക്ഷണതകൾ, ചന്ദ്രികയോടുകൂടിയ രാത്രികാലങ്ങളാണ് അതിന് മറുപടി പറയുക എന്നാണ്. അതിന് വേണ്ടതായിട്ടുള്ള സമാധാനമൊക്കെ ഞാൻ അപ്പം ചെയ്തോളാം, ഇപ്പം മറുപടിയൊന്നും പറയണില്ല. ആ രാത്രികൾ വരട്ടെ, ആ സചന്ദ്രികയായിട്ടുള്ള രാത്രികൾ യമുനാതീരത്തിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ വരും, അപ്പോൾ അതിനുള്ളതായിട്ടുള്ള മറുപടി തരാം എന്നാണ് ഭഗവാൻ മറുപടി പറഞ്ഞത്. ഇതി ത്വം, എന്നിങ്ങനെ അങ്ങ് അബലാഹ ഊചിവാൻ, അബലകളോട്, ആ അബലകളായ ആ വ്രജസ്ത്രീകളുടെ കന്യകമാരോട് ഊചിവാൻ പറഞ്ഞു എന്ന്. അതായത് ഇങ്ങനെ അദ്ദേഹം ഈ പുനരേവം ഗിരമപ്യതാ മുത എന്ന് പറഞ്ഞല്ലോ, വീണ്ടും ഈ വാക്കുകളും പറഞ്ഞു. അതായത് ഇതാണ് ആ വാക്കുകൾ പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞത് ഈ ക്ഷണതകളാണ്, യമുനാ കുലീനത്തിലുള്ളതായിട്ടുള്ള ക്ഷണതകളാണ് ഉത്തരം നൽകേണ്ടത് എന്ന് അങ്ങ് ആ കന്യകമാരോട് പറഞ്ഞു എന്ന്. 3 ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. അയി ജീവചിരം കിശോര നസ്തവദാസീരവശീകരോഷിക്കും പ്രതിശാംബരമംബുജേക്ഷണേത്യുദിതസ്ത്വം സ്മിതമേവ ദത്തവൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തവദാസികളെ വലയ്ക്കൊല വളരെ കാലമിരിക്കയുണ്ണി നീ, തരു പങ്കജനേത്ര ചേലകൾ മറുവാക്കായി ചിരി മാത്രമേകി നീ.
അധിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധാ സ്വഗതിർനിരീക്ഷ്യതാ വസനന്യഖിലന്യനുഗ്രഹം പുനരേവം ഗിരമപ്യതാമുദാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കരയേറി നമിച്ചു സർവരും നിജമാം സ്ഥാനമറിഞ്ഞു ശുദ്ധരായി ഉടയാടകളൊക്കെ നൽകി നീ വരമേകി ചിരിയോടെ ചൊല്ലിനാൻ. വിദിതം നനുവോ മനീഷിതം വദിതാരസ്തിഹ യോഗ്യമുത്തരം യമുനാപുളിനേ സചന്ദ്രികാക്ഷണദ ഇത്യബലാസ്ത്വമുചിവൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അബലാജനമോടുരച്ചു നീ അറിയുന്നു തവ മോഹമൊക്കെ ഞാൻ യമുനാപുളിനെ നിലാവിലങ്ങുടനെ യോഗ്യമതുത്തരം തരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.